നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട്. US മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്തെ നിയമം 1860 മുതൽ ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകൾ മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ 1 തീയതി മുതൽ 2024 ജൂലൈ 1 തീയതി മുതൽ ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ ഈ നിയമങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ പുതുക്കി വന്നു. ഈ നിയമം ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്, അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്നാൽ അതേസമയം തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എല്ലാവർക്കും നീതി കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആരാണോ വിക്ടിം അവർക്ക് നീതി കിട്ടണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നിയമം അറിഞ്ഞിരിക്കണം. ഈ പുതിയ മാറ്റത്തിൽ ഭാരതീയ ന്യായ സംഹിതയിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് സംരക്ഷണം കിട്ടേണ്ടത്, അല്ലെങ്കിൽ വിക്ടിമിന് സംരക്ഷണം കിട്ടേണ്ടത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം കിട്ടേണ്ടത് എന്നതിൽ ഊന്നിക്കൊണ്ട് നമ്മളോട് സംസാരിക്കുകയാണ് 40 വർഷമായി വക്കീൽ ജോലി ചെയ്യുന്ന നമ്മുടെ പട്ടാമ്പിയിലെ അഭിഭാഷകൻ ശ്രീമാൻ രാമനുണ്ണി സാറ്. നമസ്കാരം സാർ. നമ്മുടെ ഈ ഭാരതീയ ന്യായ സംഹിത, ഈ നിയമത്തെക്കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? അതായത് ഈ നിയമം ഈ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാണ് ശരിക്കും IPC. IPC നിയമത്തിൽ പല സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള പല ശിക്ഷകളും, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പരാതി കൊടുക്കുന്നത് പല സെക്ഷൻസായിട്ട് പല സ്ഥലത്തായിട്ട് കിടക്കുന്നത്. അത് ഈ പുതിയ നിയമത്തിൽ അതൊരു ചാപ്റ്റർ 5, ഒറ്റ ചാപ്റ്റർ, അത് ആ ചാപ്റ്റർ 5 എന്നുള്ള സംഗതിയിൽ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ കേസുകളും കൂടി ഒറ്റൊന്നിൽ കോഡിഫൈ ചെയ്തിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നെ അത് കൂടുതൽ പണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാച്ചാൽ IPCയിൽ ഒരു സ്ത്രീയുടെ മുകളിൽ 4 പുറം ഒരു മുള്ളുവേലി ഉണ്ടെച്ചാൽ, ഒരു പ്രൊട്ടക്ഷൻ മുള്ളുവേലി ഉണ്ടെച്ചാൽ, ഇപ്പോൾ ഈ പുതിയ നിയമപ്രകാരം എൻ്റെ അഭിപ്രായത്തിൽ ഒരു 6 അടിയോ 7 അടിയോ ഉയർന്നൊരു മതിലാണ്. അത്ര പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. സുരക്ഷ കൂടുതലാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ വളരെ വിജിലൻ്റായിരിക്കണം. അന്നത്തെ കാലമാണ്. കാരണം ആരാ എപ്പോഴാണ് എന്താണെന്നാവാതെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും വളരെ വിജിലൻ്റ് ആണ്. ചാപ്റ്റർ 5 ആദ്യം 63 to 73 വരെ സെക്ഷൻ, പുതിയ നിയമത്തിൽ 63 to 73 വരെ ഈ സെക്സ്വൽ ഒഫൻസിനെ പറ്റിയിട്ടാണ്. 63 to 73. അതിലിപ്പോൾ പണ്ടത്തെ നിയമത്തിൽ തന്നെയാണ്, പക്ഷെ അതിൽ കുറച്ച് വ്യത്യാസം വെച്ചാൽ കുറച്ചും കൂടി കൂടിയുണ്ട്. ചില സെഷൻസ് കേസ് ആക്കിയിട്ടുണ്ട്. അല്ല, അങ്ങനെ പറയാച്ചാൽ അത് ഒരുപാട് കാര്യങ്ങൾ പറയണ്ട, ഞാൻ ചുരുക്കി പറയാം. അപ്പോൾ അതിലിപ്പോൾ റേപ്പ്, പിന്നെ നമ്മൾ ബലാത്സംഗം ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നമ്മളെ സമ്മതമില്ലാതെ ബലാത്സംഗം ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കല്യാണം കഴിക്കാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് ബലാത്സംഗം ചെയ്യാം, റേപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാം, ഒരു ഭാര്യയും ഭർത്താവും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കണം കോടതിയുടെ ഓർഡർ പ്രകാരം, എന്നിട്ട് ആ സ്ത്രീയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ ചതിപ്രായത്തിൽ, ഇല്ലെങ്കിൽ നമ്മളൊരു മറ്റേ ഉദ്യോഗസ്ഥനാണ്, മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥന് അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതിലൊക്കെ എന്താ വെച്ചാൽ അതിലൊക്കെ ഈ ഒരു സെക്ഷൻ പലതരം, ഓരോ ശിക്ഷ വ്യത്യാസം കുറേശ്ശെ വ്യത്യാസമുണ്ട്, ഗ്രാവിറ്റി, ഒഫൻസിൻ്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ച്. അതാണ്. അപ്പോൾ ഒരൊറ്റ ഇതിൽ കോഡിഫൈ ചെയ്തിട്ടാണ് ഈ നിയമം വരുന്നത്. ഇതിലാണ് നമുക്ക് ഈ വിക്ടിം പറയാൻ പറ്റുള്ളൂ. ഈ റേപ്പ് കേസിൽ അതായത് ഈ സെക്ഷൽ ഒഫൻസിൽ ആരും പേര് പറയാൻ പാടില്ല. വിക്ടിം എന്നുള്ളൂ, ജഡ്ജ്മെന്റിലടക്കം വിക്ടിം എന്നുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ സാധാരണ പബ്ലിഷ് ചെയ്യുമ്പോൾ പെർമിഷൻ വേണം. ഇല്ലെങ്കിൽ ഒരാൾ പറയാണ്, ഒരു വിക്ടിം പറയാണ്, എൻ്റെ പേര് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്തോളൂ, ഇന്ന ആൾക്കാർ ചെയ്തു എന്ന് പബ്ലിഷ് ചെയ്തോളൂ പറഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. അതേസമയത്ത് അല്ലെങ്കിൽ കോടതി ഓർഡർ വേണം. ഇപ്പോൾ കോടതി ഓർഡർ പറയുകയാണ് നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ട് കോടതി ഓർഡർ കൊടുക്കാച്ചാൽ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. ഇല്ലെങ്കിൽ അത് ഒഫൻസാണ്, 2 കൊല്ലം ശിക്ഷണം അതിന്. ഇത് കോടതി ഓർഡർ ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ അവരെ സമ്മതമില്ലാതെ വിക്ടിം പറഞ്ഞാലും കോടതിയുടെ ഓർഡർ വേണം. വിക്ടിം പറഞ്ഞാൽ കോടതിയുടെ ഓർഡർ വേണ്ട. വിക്ടിം പറയാച്ചാൽ വിക്ടിം പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ വിക്ടിം മൈനർ ആണെച്ചാൽ ആ മൈനർ രക്ഷിതാവ് പറയാം. ഇല്ലെങ്കിൽ വിക്ടിം ഒരു സംഘടന ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക, ഒരു സംഘടന കീഴിലുള്ള ഒരാളാണ്, അവർ പറയാച്ചാലും. പക്ഷെ എന്തായാലും വിക്ടിമിൻ്റെ ഒരു മൗന സമ്മതം വേണം. അപ്പോൾ മൈനറാച്ചാൽ ചിലപ്പം വിക്ടിമിന് സമ്മതം കൊടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവരെ ഗാർഡിയൻ പറഞ്ഞാലും മതി, ഗാർഡിയൻ പറഞ്ഞാലും ചെയ്യാം. ഇല്ലെങ്കിൽ കോടതിയുടെ ഓർഡർ വേണം. അതാണ് ഇപ്പോൾ ജഡ്ജ്മെന്റ് അടക്കം വിക്ടിം എന്ന് പറയുള്ളൂ. നമ്മൾ
ഒരു ബലാത്സംഗം ചെയ്ത ഒരു എര എന്നേ പറയാൻ പാടുള്ളൂ. അതാണ് വിക്ടിം എന്നുള്ളതിൻ്റെ ശരിക്കും മലയാളം. വിക്ടിം എന്ന ജഡ്ജ്മെൻറ്റിൽ വരുള്ളൂ. അതേ സമയത്ത് അതിൻ്റെ ലെസ്സർ ഒഫൻസ് വന്നാൽ പിന്നെ പേര് ഇപ്പോൾ ഈ മാനഭംഗപ്പെടുത്തി അതിലൊന്നും ഇപ്പോൾ ഈ പെർമിഷൻ്റെ ആവശ്യമില്ല. ഇന്നാളുടെ പേര് ഇപ്പോൾ വേറെ സ്ത്രീ എന്നുള്ള സ്ത്രീ മാനഭംഗപ്പെടുത്തിച്ചാൽ നമുക്ക് പറയാം ലക്ഷ്മി എന്നുള്ള ആളെ മാനഭംഗപ്പെടുത്തി പറയാം. പക്ഷെ റേപ്പ് ആ സെക്ഷൻ അതാണ് ഈ 63 മുതൽ 73 വരെ സെക്സ്വൽ ഒഫൻസിൽ വിക്ടിമിൻ്റെ പേര് പറയാനേ പാടില്ല. അവർ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസുകൾ കോടതിയിൽ ഓർഡർ വന്നു വെച്ചാൽ ഓർഡർ നമുക്ക് കൊടുക്കാമെന്നല്ലാതെ ഓർഡർ നമുക്ക് പബ്ലിഷ് ചെയ്യാം. ഇപ്പോൾ കോടതി ഓർഡർ അപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ എന്താ വെച്ചാൽ അതിലൊന്നും പേരില്ല. നമ്മളിപ്പോൾ റേപ്പ് കേസിലെന്ന് പറയുമ്പോൾ വിക്ടിം എന്ന് എഴുതുള്ളൂ, നമ്മൾ ആളുടെ പേര് എഴുതില്ല. ഇത് അതേമാതിരി ഈ പ്രതിയുടെ പേര് പറയുന്നതിന് പ്രതിയുടെ പേര് പറയില്ല. പ്രതിയുടെ പേര് സാധാരണ എഴുതുന്നതിന് തടസ്സമില്ല. പ്രതിയുടെ പേര് പറയുക. അതായത് പ്രതിയെ സംബന്ധിച്ചിടത്തോളം എന്നെ പ്രതി ശിക്ഷിച്ചു എന്ന് ജനം അറിഞ്ഞാൽ ഒരു സമൂഹം അറിയണം. സമൂഹത്തിൽ ഇത് അറിഞ്ഞിട്ടാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ പോക്സോ കേസ് പണ്ട് കണ്ടമാനുണ്ട്. പക്ഷെ പോക്സോ കേസ് വന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇപ്പോൾ പോക്സോ കോടതി വന്നു, അപ്പോൾ റിപ്പോർട്ട് ചെയ്തിറങ്ങി. റിപ്പോർട്ട് ചെയ്തപ്പോൾ കണ്ടമാനം കേസ് നല്ല ശിക്ഷയപ്പോൾ പോക്സോ കേസ് നിന്നു. കുറഞ്ഞു വരിക എത്രയോ കുറഞ്ഞു വന്നു. ഇപ്പൊ ഈ പീഡനത്തിൽ തന്നെ ഇടയിൽ പറയുന്നത് ഈ പീഡനത്തിൽ തന്നെ എന്താ സെക്ഷൻ 69 സെക്ഷൻ 63 to 73 അതാണ് സെക്സ്വൽ ഒഫൻസ് വരുന്നത്. അതിൽ ഈ എന്താ പറയാ ഇപ്പൊ ഈ വിവാഹ വാഗ്ദാനം അതൊക്കെ 10 വർഷം വരെ ഓരോ സെക്ഷൻ വെവ്വേറുണ്ട്. 63 65 പനിഷ്മെന്റ് ജീവിതകാലം മുഴുവൻ തടവാ. മൈനറാണെച്ചാൽ അത് അതിനനുസരിച്ച് തടവുണ്ട് ഓരോ സെക്ഷനും. ഇപ്പൊ ചില പ്രത്യേക സംഗതികളെ ബലാത്സംഗ ശിക്ഷ 16 വയസ്സ് താഴെ, മിനിമം 20 പിന്നെ മാക്സിമം. പിന്നെ അതിൽ ശിക്ഷ കമ്മിയുള്ളത് നമ്മൾ ഭാര്യ ഭർത്താക്കാരായിട്ട് ജീവിച്ചു അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു സ്ത്രീയോട് പറയാണ് ഞാൻ എന്നെ കല്യാണം കഴിച്ചിട്ട് മോതിരിടാം എന്നിട്ട് ഞാൻ ബലാത്സംഗം ചെയ്യാം, അത് ഞാൻ കല്യാണം കഴിക്കാമെന്ന് വിശ്വസിച്ചിരിക്കുക. ഇല്ലെങ്കിൽ ഞാൻ അവർ കല്യാണം കഴിക്കാത്ത അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാത്ത ആളാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക, തെറ്റിദ്ധരിപ്പിക്കുക. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം നമ്മൾ കോടതി മുഖാന്തരം ബന്ധം ഏർപ്പെടുത്തി സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുക, എന്നിട്ട് ഞാൻ ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാം. അപ്പോൾ പക്ഷെ ആ ശിക്ഷ ഓരോന്നും വ്യത്യാസം, മൈനറാകുമ്പോൾ വ്യത്യാസമുണ്ട്. അങ്ങനെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഭയങ്കര ഗൗരവമായിട്ടുള്ള വധശിക്ഷ വരുന്നുണ്ട്. മൈനർ കാരണം മൈനറാകുമ്പോൾ അത് അത് പോക്സോ കേസിൽ വന്നു. പോക്സോ എന്നാൽ കുറച്ചുകൂടി ശിക്ഷ കൂടുതലാണ്. പിന്നെ പോക്സോ ആകുമ്പോൾ എന്താ വെച്ചാൽ മറ്റുള്ള കേസിന്റെ മാതിരി തെളിയിക്കേണ്ട ആവശ്യമില്ല. അതാണ് പോക്സോ സ്ത്രീ മാത്രം പറഞ്ഞാൽ മതി. മറ്റൊരു പ്രായപൂർത്തിയായ ആള് 75 ബലാത്സംഗം ചെയ്തു, പല ഘട്ടങ്ങളിലായിട്ട് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ കോടതിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ആ കുട്ടിക്ക് എപ്പോഴും രക്ഷപ്പെടാനുള്ള ഒരു സന്ദർഭമായിട്ടും ആ കുട്ടി രക്ഷപ്പെടില്ല. ഇത് 15 വയസ്സായാലും 14 വയസ്സായ കുട്ടിയെ നമ്മൾ അവർക്ക് ഭീഷണി പറയുന്നത് ചിലപ്പോൾ ഒരു ഓടി രക്ഷപ്പെടാൻ പറ്റുകയില്ല. അപ്പോൾ അത് ഡിപ്പെൻസ് അപ്പോൺ നമ്മളിപ്പോൾ ഒരൊറ്റൊരു ഫാസ്റ്റായിട്ട് റൂൾ വയ്ക്കാൻ പറ്റില്ല. ഡിപ്പെൻസ് അപ്പോൺ ഈച്ച് കേസ്, ഓരോ കേസ്. ഓക്കെ. അതുപോലെ തന്നെ ഈ പിന്നെ എന്താ പറയാ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ഇത്തരം സംഭവങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ചില ഒറ്റപ്പെട്ടതാണെങ്കിലും ചില സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും ഭയങ്കര രക്ഷിതാവിനും കുറ്റാണ്. ഇപ്പൊ എന്താ വെച്ചാൽ സത്യത്തിൽ എന്താ വെച്ചാൽ ജനം വളരെ വിജിലന്റാ. നമ്മളിപ്പോ ഇപ്പോഴത്തെ കാലം എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഒരു ബസ്സിന് കയറുമ്പോൾ നമ്മളൊരു സ്ത്രീയായിട്ട് അറിയാതെ തൊട്ടാൽ തന്നെ ജനം അറിയും. കാരണം വാട്സപ്പ് മീഡിയ ഒക്കെ ഉള്ളതാണ്, എല്ലാ സ്ഥലത്തുള്ളതാണ്. അപ്പം അത് നമ്മൾ ശരിക്കും നമ്മൾ കുറ്റം ചെയ്യാൻ പാടില്ല. അതാണ് നമ്മള് ഡിജിറ്റൽ തെളിവുകൾ വോയിസ് ആണെങ്കിൽ സ്വീകരിക്കാം. അതാണ് ഈ സെക്സ്വൽ ഒഫൻസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ മറ്റേ ഇപ്പൊ ഈയിടെ ചില കേസുകളുണ്ട് 74 to 79. അത് ക്രിമിനൽ മറ്റേ മോഡസ്റ്റി അതിലാണ് നമ്മൾ സ്ത്രീ തൊടുക എന്ന് പറഞ്ഞാൽ 2 വിധത്തിലാവാം. നമ്മൾ ഇപ്പോൾ ഷെയ്ക്കൻഡ് കൊടുക്കുകയാണ്, ഒരു സ്ത്രീ നമുക്ക് ഷെയ്ക്കൻഡ് വരെ വെച്ചാൽ നമുക്ക് ഷെയ്ക്കൻഡ് കൊടുക്കാം. അതേസമയത്ത് നമ്മൾ ആ സ്ത്രീക്ക് ഷെയ്ക്കൻഡ് തരാൻ സമ്മതില്ല, ആ സ്ത്രീയുടെ കൈ കയറി പിടിക്കുക, അതൊരു ഒഫൻസാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായി. ഞാനൊരു സ്ഥലം റീസർവേ ചെയ്യുമ്പോൾ സ്ഥലത്തിന് മുകളിൽ കയറി ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അവർ സ്ത്രീകളാണ് അവരളക്കണത്. അപ്പം ഞാൻ പറഞ്ഞു അവരോട്, അവരും എന്നോട് പറഞ്ഞു കൈ പിടിച്ചിറക്കുക. ഞാൻ കൈ പിടിച്ചിറക്കാൻ പാടില്ല, കാരണം നിങ്ങൾ നാളെ കേസ് കൊടുത്താൽ ഞാൻ കൊടുക്കും, ജയിലാവും. അവയ്ക്കാണെങ്കിൽ ഇറങ്ങാനും പറ്റില്ല, കാരണം കേരളമാരി ഇറങ്ങാൻ പറ്റില്ല. അപ്പം നമ്മളത് വിജിലൻ്റാണ്. നമ്മളത് മറ്റുള്ളവരങ്ങനെ ചെയ്തു, ഇല്ലെങ്കിൽ
മറ്റേ സിനിമയിൽ കണ്ട് മറ്റാൾ കെട്ടിപ്പിടിച്ച് എന്താന്ന് പറഞ്ഞാൽ അത് സിനിമയിൽ അത് അഭിനയിക്കണം അവർ, ഇത് അഭിനയമല്ല. അപ്പോൾ നമ്മളത് വിജിലൻ്റ് ആവണം, എല്ലാ കാര്യത്തിലും വിജിലൻ്റ് ആവണം. ഇപ്പോൾ ഈയിടെ പല കേസിലും അതാണ്. പല കേസിലും ഇപ്പോൾ ഈ റേപ്പ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഒഫൻസ് തൊടുക, ഇല്ലെങ്കിൽ അവർക്ക് മറ്റേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ല ഫോട്ടോ എടുക്കുക, പിന്തുടരുക ഒരാൾ. ഇപ്പോൾ ഈയിടെ എൻ്റെ അടുത്ത് തന്നെ ഒരു കേസുണ്ടായി. ഒരു സ്ത്രീയുടെ പിന്നാലെ പിന്തുടരുക ഒരാൾ. എന്നിട്ട് അയാൾ പിന്തുടർന്ന പാസ് നിർത്തിയപ്പോൾ ചോദിച്ചു, എന്താ വെച്ചാൽ നിങ്ങളുടെ നമ്പർ കയറി വെച്ചു. ഈ സത്യത്തിൽ ഈ സ്ത്രീക്ക് ഇയാളും പരിചയമില്ല, ഇയാൾക്ക് ഈ സ്ത്രീയും പരിചയമില്ല. ആ സ്ത്രീ കുറച്ച് കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് വൈകുന്നേരം 7 മണിയാവുകൊണ്ട് ഇയാളെന്തോ തെറ്റിദ്ധരിച്ചു, പിന്തുടർന്നാൽ കിട്ടുന്നത് അറിയില്ല, അയാൾ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമതും പിന്തുടർന്നപ്പോൾ ഈ സ്ത്രീ വേഗം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാറ് പിടിച്ചു, ഇയാൾ അറസ്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പം ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾ എന്തിനാണ് നമ്പർ ചോദിച്ചത്, എന്ത് നമ്പർ ചോദിക്കണം, ഈ നമ്പർ ചോദിക്കേണ്ട ഒരു പരിചയമില്ലാത്ത ആൾ നമ്പർ ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതൊക്കെ നമ്മൾ വളരെ വിജിലൻ്റ് ആവണം. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാല് ഞാൻ ചോദിക്കാൻ ഇപ്പോ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ എന്താ പറയാ താല്പര്യമോ അല്ലെങ്കിൽ സമ്മതമോ ഇതൊന്നും ഇല്ലാതെ അവരോട് നമ്മൾ കാണിക്കുന്ന ഏത് രീതിയിലുള്ള പ്രവൃത്തികളാണെങ്കിലും ഓഫൻസാണ്. ഓഫൻസ് പറഞ്ഞാൽ ചേഷ്ടകൾ. ഇപ്പൊ നമ്മൾ അവരെ ലൈംഗികമായിട്ട് ഒരു ഇതുവല്ല എന്തെങ്കിലും പറയാ, പലതും ഉണ്ടല്ലോ നമുക്ക്. അതൊക്കെ നമ്മൾ സാധാരണ അല്ലാത്ത കാര്യങ്ങൾ. ഒന്നില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു വീട് വിൽക്കാണ്ട് പറയാം, വീട് വിൽക്കാണ്ട് പറഞ്ഞ ബോർഡ് വയ്ക്കുക. അപ്പോൾ അവിടെ ചോദിക്കും, ഇത് വിൽക്കാളാണോ വയ്ക്കാം, വീട് ഇത് വിൽക്കാണ്. വേറെ സ്ത്രീകൾ അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് നല്ല സുന്ദരിയായ സ്ത്രീ പുറത്ത് നിൽക്കുമ്പോൾ ഇത് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അത് ഡേവർത്തായില്ല. മറ്റേ വീട് വിൽപ്പനയ്ക്ക് എന്നൊരു ബോർഡുണ്ട്, ഇത് അപ്പുറത്ത് പോയിട്ട് ചോദിക്കണത് യഥാർത്ഥത്തിലാണ് ചോദിക്കണത്. ഇതിൽ ഇയാൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ് ചോദിക്കുന്നത്, അല്ലാതെ വീട് കേസ് കൊടുത്താൽ കൊടുക്കും. അതെ, അതൊക്കെ അല്ല, സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ വേണമല്ലോ. നമ്മളിപ്പോൾ സ്ത്രീകൾ രാത്രി 12 നാട്ടിൽ നടക്കാനുള്ളൊരു അവസരം കൊടുക്കണം. പല രാജ്യത്തും പല മാതിരിയാണ്. നമ്മളിപ്പോൾ അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്താൽ ഇത്തരം ഈ മാനഭംഗപ്പെടുത്തൽ ഇങ്ങനെയുള്ള ഫോറിൽ ഇത്ര ഇല്ല തോന്നണം. ഫോറിൻ ഇപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിലൊക്കെ പോയപ്പോൾ അവിടെ നിന്നും ഇപ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഉണ്ടായ ചില പ്രമുഖ വ്യക്തി അടക്കം അതായത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള രീതിയിലുള്ള അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഓരോരുത്തരുടെ അവരുടേതായിട്ടുള്ള ഒരു സ്വകാര്യത, ആ സംഭവത്തിലേക്ക് കടന്നു കയറുന്ന സംഭവങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിയമത്തിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഓഫൻസ് ആയിട്ട് വരും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ഒരു ജഡ്ജ്മെന്റ് പറയുന്നുണ്ട്, ഒരു സ്ത്രീ വേഷത്തിനെ പറ്റി നമുക്ക് വല്ല എതിരഭിപ്രായം തോന്നുന്നുവെച്ചാൽ നമ്മുടെ കുഴപ്പമാണ്, ആ സ്ത്രീയുടെ കുഴപ്പമില്ല. ഹൈക്കോടതിയും പറഞ്ഞു. അതൊരു ബ്രിട്ടീഷ് ഒരാള് ഒരു എഴുത്താരൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഡ്രസ്സിനെ പറ്റി ആ സ്ത്രീയുടെ ഡ്രസ്സിനെ പറ്റി നമുക്ക് വല്ലതും തോന്നുന്നു, എനിക്ക് വല്ലതും തോന്നുന്നുണ്ടെച്ചാൽ എന്റെ കുഴപ്പം കൊണ്ടാണ് ആ സ്ത്രീയുടെ കുഴപ്പമില്ല, സമൂഹത്തിന് കുഴപ്പമില്ല. അപ്പൊ ഡ്രസ്സ് ഇടുന്നത് അവർക്ക് അവരിഷ്ടത്തിന് ഡ്രസ്സിലാണ്. പക്ഷെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ അവര് മോശമാണ് മോശമാകൊണ്ടാണ് അങ്ങനെ ഡ്രസ്സ് ഇടണമെന്ന് പറയുന്ന അർത്ഥമില്ല. വേറെ ആരെങ്കിലും താരതമ്യം ചെയ്യുക, അങ്ങനെ അത് താരതമ്യം ചെയ്യാൻ പാടില്ല. ഒരു സിനിമയിൽ ആ സ്ത്രീ വേറെ ആളായിട്ട് കെട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ സ്ത്രീ നമ്മൾ പബ്ലിക്കായപ്പോൾ നമ്മൾ തൊട്ടു എന്ന് പറഞ്ഞാൽ അത് ഒഫൻസാണ്. അല്ലാതെ അതിപ്പോൾ നമ്മളത് ആ സ്ത്രീ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന അധികാരം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതാണ് പിന്നെ സാധാരണ സാറേ ഇപ്പൊ ഇതൊക്കെ നമ്മൾ സെക്ഷൽ ഹരാസ്മെന്റ്, അതേപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഈ അധിക്ഷേപങ്ങൾ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അതിന് വിക്ടിം ആവുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതി കിട്ടണമെങ്കിൽ അവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇപ്പൊ കോടതിയിൽ പലപ്പോഴും രണ്ട് വിധത്തിലും അത് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രേവ് ഒഫൻസ്, അതായത് ഇപ്പോൾ റേപ്പ് അങ്ങനെയുള്ള സംഗതിക്കൊക്കെ സാധാരണയ്ക്കൊരു വേറൊരു മൂന്നാമതൊരാളുടെ തെളിവ് വേണമെന്ന് പറയില്ല കോടതി. ചില സെക്സ്വൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നമ്മൾ ഒരാളെ തൊട്ടു എന്ന് പറയുമ്പോൾ കോടതി ചോദിക്കാൻ ചിലപ്പോൾ ഇതിൽ ആരെയും കണ്ടുവോ അല്ലെങ്കിൽ ആരെയും കാണാൻ സാധ്യതയുണ്ടോ. അപ്പൊ അങ്ങനത്തെ സംഗതി ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീക്ക് ഒരു എവിഡൻസ് ഒരാളെ കിട്ടിയെന്ന് വരില്ല, ഇന്നാള് കണ്ടു കിട്ടിയെന്ന് വരില്ല. പിന്നെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ നിൽക്കാൻ കണ്ടുവച്ചാലും ഞാനാലും നിൽക്കില്ല, നിങ്ങളാലും നിൽക്കില്ല, ആരാലും നിൽക്കില്ല. അത് നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത. കാരണം നമുക്ക് കോടതി പോവാ, കേസിന് പോവാന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു ദിവസം 2 ദിവസം. ഇപ്പം നാളത്തെ കേസ് വന്നു, മറ്റന്നാൾ വിധിയായി, നാളെ കഴിഞ്ഞു പറഞ്ഞാൽ ആൾക്കാർ പറയണ്ടാവും. പക്ഷെ ഇത് കുറെ കഴിഞ്ഞിട്ട് പിന്നെ സമൻസ് അയച്ച് വന്നിട്ട് കോടതിയിൽ വന്ന് നിൽക്കുക, ഇതെപ്പോഴും എടുക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ആൾക്കാരെ ആലോചിക്കുമ്പോൾ ആൾക്കാർ ഇതിൽ നിൽക്കില്ല സത്യത്തിൽ. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഇവരെ സ്റ്റേറ്റ്മെന്റ് മതി, സത്യത്തിൽ ഇവരെ സ്റ്റേറ്റ്മെന്റ് മാത്രം മതി. ഇത് മിസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ അതില് പുരുഷന്മാർക്ക് കാരണം എന്താ വെച്ചാൽ ഈ ഇത്തരം കേസുകളിൽ പല കേസുകളിലും ചില അഭിപ്രായം ഒരു 10 to 15% ചിലപ്പോൾ
കളവായിട്ട് കേസുകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഈയിടെ ഒരു കേസ് വന്നു. ആ സ്ത്രീ പോയപ്പോൾ ഒരു ഹസ്ബൻഡ് പുറത്തേക്ക് പോയപ്പോൾ തൊട്ടടുത്ത വീട്ടിലൊരാൾ പോയതാ. ഹസ്ബൻഡ് എന്തോ പൂരത്തിനോ എന്തോ എന്തോ പൂരത്തിൽ പോകാതെ മടങ്ങി വന്നപ്പോൾ കണ്ടു ആ സ്ത്രീ എന്നെ റേപ്പ് ചെയ്ത് പറഞ്ഞ് കേസ് കൊടുത്തു. സത്യത്തിൽ അയാൾ പല പ്രാവശ്യം ആ സ്ത്രീ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് പോകാതിരിക്കും. നമ്മൾ കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൺസെന്റ് അടുത്തില്ല എന്നാണ് ശരി. കൺസെന്റ് ഉണ്ട് എത്തൽ. പക്ഷെ കൺസെന്റ് തെളിയിക്കേണ്ട ചുമതല നമുക്കാണ്. അതെ, കൺസെന്റ് നമ്മൾ തെളിയിക്കണം. കൺസെന്റ് തെളിയിക്കാന്ന് പറഞ്ഞാൽ പണ്ടൊന്നും കൺസെന്റ് തെളിയിക്കാൻ സാധിക്കില്ല. ഇപ്പൊ വാട്സപ്പ് മെസ്സേജ് ഒക്കെ ഉണ്ടെച്ചാൽ നമുക്കൊരു കൺസെന്റ് ആയിട്ട് കണക്കാക്കാം. ഇപ്പൊ വാട്സപ്പിൽ അസ്ത്രീ എഴുതാണ് നാളെ 11 മണിക്ക് വന്നോളൂ, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കൺസെന്റ്. അപ്പൊ അങ്ങനെ കൺസെന്റ് തെളിയിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പണ്ട് അതുണ്ടായിരുന്നില്ല. പണ്ട് ഈ വാട്സപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള ഇടകൾ ഇപ്പൊ സ്ത്രീകൾ ചില കാര്യങ്ങൾക്ക് സമ്മതമാണ് എന്നുള്ള നിലയ്ക്ക് ഉള്ള ഇടപെടലാണെന്ന് വെച്ചാൽ അതിന് നമുക്ക് തെളിവുകൾ ഹാജരാക്കാച്ചാൽ നമ്മൾ കേസ് വിട്ടുപോരും. പക്ഷേ ആദ്യത്തെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജാമ്യം കിട്ടുമ്പോൾ ഈ കാര്യങ്ങൾ മുഴുവൻ വിശകലനം ചെയ്യില്ല. അപ്പം നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും. പല കേസിലും നമ്മൾ ജാമ്യം കിട്ടാനാണ് ഏറ്റവും ഇഷ്ടം. ജാമ്യം കിട്ടിക്കഴിഞ്ഞ് കോടതിയിൽ ഇതിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ നമ്മളിത് അനലൈസ് ചെയ്യുമ്പോൾ പല ലൂപ്പുകളും നമുക്ക് തന്നെ കിട്ടും. അപ്പം ചിലപ്പോൾ നമ്മൾ കേസ് ചിലപ്പോൾ വിട്ടുപോയി വരും. പക്ഷെ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും. കാരണം നമുക്ക് തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. അതൊക്കെ പിന്നീട് പറഞ്ഞ തെളിവുകളല്ലേ. അതാണ് എൻ്റെ കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വീടിന്റെ ഉള്ളിൽ നടക്കുന്നത്, അതായത് വീടിന് പുറത്തു പോയി കഴിഞ്ഞാൽ, പുറത്തു പോയത് യാത്രയിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇതേമാതിരി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു പീഡനത്തിനോ അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള മറ്റേ അധിക്ഷേപത്തിനോ അവർ വിക്ടിമായി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതി കിട്ടാൻ ഏറ്റവും ആദ്യം അവർ ആദ്യം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. ഫസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. ഇപ്പൊ ഏത് പോലീസ് സ്റ്റേഷനിലും എവിടെയും കൊടുക്കാം. പോലീസ് സ്റ്റേഷൻ എവിടെയും കൊടുക്കാം. ആദ്യം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ ഈ ഡിലേ വന്നാൽ നമുക്കത് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. കോടതിക്ക് തോന്നും ഒരു കള്ളത്തരണ്ടോ തോന്നും. കാരണം പലരും ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ഒരു കേസിനായി ഈ പോക്സോ കേസിൽ ഒരു സ്ത്രീയുടെ പേരിൽ 3 പോക്സോ കേസാണ്. അപ്പോൾ ഓരോ കേസ് തീരുമ്പോഴും കോമ്പൻസേഷൻ മേടിക്കുക തീരാന്തരം പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ചില ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മൾ വളരെ എണ്ണാവുന്ന റയർ ആയിട്ടുള്ള കേസുകളായിട്ടുള്ളത്. നമ്മൾ എല്ലാം കൂടി അവരെ മേലെ തീരും. അതൊക്കെ വളരെ ചുരുക്കം കേസുകൾ. പക്ഷെ സാധാരണക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അപ്പോൾ പോലീസ് പോകണം. പോലീസ് പെറ്റീഷൻ കൊടുക്കുക. അതിന് ഇതുണ്ട് അവർക്ക്. പോലീസ് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലേഡീസ് വരും. ഡോക്ടർ മറ്റേ ഓഫീസർമാരുണ്ട്. അവർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകും. വല്ല പരിശോധിക്കും. അതൊക്കെ അപ്പോൾ ചെയ്യാവുന്ന. പക്ഷെ ഇതിലൊക്കെ എന്താ പ്രശ്നം വെച്ചാൽ കേസ് കോടതിക്ക് വരുമ്പോൾ ഡിലേ വരും. ഇപ്പോഴത്തെ നിലയ്ക്ക് എന്താ വെച്ചാൽ 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് കേസ് വിചാരണയ്ക്ക് വരിക. അതാണ് പ്രശ്നം. ഏത് കേസ് അപ്പോഴേക്ക് 2 കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കിപ്പോൾ നമ്മൾ വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം 4 കൊല്ലം കഴിഞ്ഞു വെച്ചാൽ വിക്ടിമിന് തോന്നുന്നത് എന്തെങ്കിലും പിന്നാലെ അല്ല നമുക്ക് തോന്നില്ല. നമുക്കൊരു അടി കിട്ടിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന ആളെന്തെങ്കിലും പറഞ്ഞ് നമ്മൾ അടിച്ചു വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കേസ് കൊടുത്തു, ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനൊരു വിധി ഉണ്ടായിച്ചാൽ നമ്മൾ ചെയ്യും. ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ അടി കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പോയി. നമ്മുടെ മനസ്സത്രേ ഉള്ളൂ. നമ്മുടെ മനസ്സ് ഓരോരുത്തരും മനസ്സിലാകും. അപ്പം നമുക്ക് ശരിക്കും ഇതിൽ എന്താ ഏറ്റവും പ്രാധാന്യം എന്താ വേണമെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോടതി കേസെടുത്ത് വിചാരണ ചെയ്ത് തീർപ്പാക്കണം. അതിനിപ്പോഴത്തെ നിലയ്ക്ക് നമ്മുടെ ഈ നിയമത്തിൽ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് കോടതികളുടെ എണ്ണം കുറവാണ്. പിന്നെന്താ വെച്ചാൽ ബഡ്ജറ്റിൽ കോടതികളുടെ കാര്യത്തിന് സംഖ്യ നീക്കി വെക്കുന്നത് കമ്മിയാണ്. അങ്ങനെയുണ്ട്. ഇപ്പോൾ പോക്സോ കോടതി വന്നു. ഇപ്പോൾ പട്ടാമ്പി പോക്സോ കോടതി വന്നു. പോക്സോ കോടതി വരാൻ കാരണം വെച്ചാൽ സുപ്രീം കോടതി പറഞ്ഞു 1 മാസത്തിൻ്റെ ഉള്ളിൽ 16 പോക്സോ കോടതി കേരളത്തിൽ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ ഒരു ഹാളിട്ട് പണിതിട്ടുണ്ടായിരുന്നു. അതൊന്നും ഓക്യുപ്പൈ ആയിരുന്നപ്പോൾ വേഗം തന്നു. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ഇനി സെൻട്രൽ ഗവൺമെൻറ് ഇതിന് ഉള്ള ഫണ്ട് തരില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താ വെച്ചാൽ ചെയ്തു പോകുന്ന പറഞ്ഞു. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതെല്ലാം കൂടി കൊണ്ടുനടക്കാനുള്ള ഫണ്ടില്ല എന്നാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞത്. അപ്പോൾ പോക്സോ കോടതി 28ഓളം പോക്സോ കോടതി കേരളത്തിൽ പൂട്ടാൻ പോവുക. 200 കേസിൽ താഴെയുള്ള കേസുകളൊക്കെ പൂട്ടാൻ പോകുമ്പോൾ പിന്നെ നമ്മളെ 2 പോക്സോ കോടതിയാണ്. മഞ്ചേരി 2 പോക്സോ കോടതി, ആലത്തൂരുണ്ട്, ഒറ്റപ്പാലത്തുണ്ട്, പാലക്കാടുണ്ട്. അപ്പോൾ 6-7 പോലീസ് സ്റ്റേഷനിലത്തെ പോക്സോ കോടതിയാണ് ഇവിടെ വന്നിരുന്നത്. അതിപ്പോൾ ഇങ്ങനെ ഈ സംഗതി ഇങ്ങനെ കാര്യം പറയുന്നുണ്ട്. പിന്നെ പോക്സോ കേസ് കമ്മി ഇത്രയും.
അപ്പൊ അങ്ങനെ അതാണ് എല്ലാ ഇത് ഉണ്ടാവുകൊണ്ട് ഭയങ്കര ഗുണം ഉണ്ടായത് ഉണ്ടാവേണ്ടി അത് ഗുണം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് അതേ സമയത്താണ് ഈ പോക്സോ അല്ലാത്ത കേസുകൾ ഇപ്പോൾ മറ്റേ സെഷൻസ് കേസുകളാണ്. ഇപ്പോൾ ഈ റേപ്പ് എന്നൊക്കെ പറഞ്ഞു മറ്റേ അതിന്റെ തോട്ടുള്ള കേസുകൾ മജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞ കേസുകളാണ്. ഇപ്പൊ കൈ തൊട്ടു, ഇല്ലെങ്കിൽ നമ്മളെ മോശമാക്കിയില്ലേ, നമ്മുടെ ചിത്രം വരച്ചില്ലേ, നമ്മൾ പിന്നാളന്നു, കുളിക്കണ സീൻ എടുത്തു അറിയാതെ, അതൊക്കെ ലെസർ ഒഫൻസ് ആവുണ്ട്. അതൊക്കെ ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ തുടങ്ങിയത് അവസാനിക്കണം വെച്ചാൽ വളരെ താമസമാണ്. അപ്പോഴേക്കും അതിൻ്റെ ഒരു ഇത് പോയി, ഒരു 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 ഗൗരവം നഷ്ടപ്പെട്ടു. അതിന് നമ്മളിപ്പോൾ കോടതിക്കുള്ള സംഖ്യകൾ കൂട്ടുക, കോടതികളുടെ എണ്ണം കൂട്ടുക, എന്നാലാണ് ഇതിന് പരിഹാരമാവുള്ളൂ. പട്ടാമ്പി 40 കൊല്ലം 3 തുണിക്കടേ ഉള്ളൂ. ഇപ്പം 168 തുണിക്കട ഉണ്ട്. പട്ടാമ്പി കോടതി ഒന്നേ ഉള്ളൂ ഇപ്പോഴും. അതെ 40 കൊല്ലം ഒന്നേ ഉള്ളൂ, ഇപ്പോഴും ഒന്നേ ഉള്ളൂ. ഈ CRPCയും അതേപോലെ എവിഡൻസ് ആക്ടും ഒക്കെ മാറ്റം വന്നു അല്ലേ? ഈ പറഞ്ഞ ഇതിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഗുണങ്ങളാണോ കൂടുതൽ വന്നിരിക്കുന്നത്? ഗുണങ്ങളുണ്ട്. കാരണം വെച്ചാൽ പഴയ സത്യത്തിൽ എന്താ വെച്ചാൽ പഴയ നിയമങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമങ്ങൾ ഒരു 150 കൊല്ലം പത്ത നിയമങ്ങളാണ്. അപ്പൊ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇത് ഇപ്പോഴത്തെ കോടതികളിൽ ഇപ്പോൾ പോലീസിലായാലും നമ്മളെന്താ വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ LLB കഴിഞ്ഞോരോ പ്രാക്ടീസ് ചെയ്തുള്ളത്. അപ്പൊ അവിടെ നിന്നും ഇപ്പോൾ ഈ പോലീസ് വരെയൊക്കെ കേസെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇപ്പോൾ സത്യത്തിൽ ഈ പുതിയ നിയമം വന്നപ്പോൾ ഏതാ സെക്ഷൻ ഉണ്ട്, എങ്ങനെ ഒരു അന്വേഷണം, പിന്നെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഇത് പിന്നെ ഇതിനെപ്പോലെ പലരും ഇന്റർപ്രിട്ടേഷൻ ഹൈക്കോടതി പറഞ്ഞു. ഇപ്പൊ സത്യത്തിൽ നമ്മൾ ഈ റേപ്പ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, മറ്റു കേസുകൾ റിപ്പോർട്ട് ചെയ്യാമെന്നാ. ഏത് മൈനർ ഒഫൻസ് നമ്മളെ മോഡസ്റ്റി, ഇല്ലെങ്കിൽ ഒരാളെ ഫോട്ടോ എടുത്തു, ഇല്ലെങ്കിൽ ഒരാളെ പിന്നാളെന്നു, അതിലൊക്കെ നമ്മൾ പേര് പറഞ്ഞതിന് കുഴപ്പമില്ലെന്ന്. ഞാൻ അത് ജനറലായിട്ട് പറയുകയും വെച്ചില്ല കോടതി, അതും പറയാൻ പാടില്ലെന്ന്. അപ്പോൾ കോടതി ഇത് കോടതിക്കാണല്ലോ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അധികാരം. നിയമം ഉണ്ടാക്കിയാലും കോടതി ഇന്റർപ്രറ്റ് ചെയ്യണം. അപ്പോൾ കോടതി ഇന്റർപ്രിട്ടേഷനിൽ വല്ല വ്യത്യാസം നാളെ വരാച്ചാൽ അത് എത്രത്തോളം വരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ പുതിയ നിയമത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ ആയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഈ എന്താ പറയാ, സാധാരണ ഇപ്പൊ പറഞ്ഞല്ലോ, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെയും പാവപ്പെട്ട ആളുകളുടെയൊക്കെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ത്രൂ പോലീസ് സ്റ്റേഷൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെ ഒരു കേസ് പൈസ ഫീസ് ചെലവൊന്നുമില്ലാതെ വാദിക്കും, അങ്ങനെയാണല്ലോ. നോർമലി ഈ രീതിയിൽ പോകുന്ന സമയത്ത് ഇപ്പൊ ഇതിനൊരു ഡിലേ വരുന്നു. ഇപ്പൊ കോടതി ബാക്കിയുള്ളത് എടുക്കാനും അല്ലെങ്കിൽ കേസ് തുടർന്ന് പോകാനുള്ള ആ സമയത്തിന്റെ ആ പ്രശ്നമൊക്കെ വരുന്നു. ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവത്തെ അങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ട് കുറച്ച് വേഗത കൂടുക അങ്ങനെ അല്ലല്ല. സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മറ്റേത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ മറ്റേ വിക്ടിം അല്ലെങ്കിൽ കംപ്ലൈന്റ് ആരാ കൊടുക്കണമെന്ന് വെച്ചാൽ അയാൾക്ക് ചെലവ് വരും. മറ്റേ പ്രോസിക്യൂട്ടർ കംപ്ലീറ്റ് നോക്കും. പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, പോലീസാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. ബാക്കി പല തെളിവുകളും നമുക്ക് പോലീസ് ത്രൂ തന്നെ ഹാജരാക്കാൻ പറ്റുള്ളൂ. കാരണം പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം കൊടുക്കുള്ളൂ. നമ്മൾ സ്വകാര്യ അന്യായം ഒരാളെ റേപ്പ് എന്ന് പറഞ്ഞ് കൊടുത്താൽ പോലീസ് കൊടുക്കാതെ അല്ലെങ്കിൽ റെഫർ ചെയ്ത് പോകും, പോലീസ് റെഫർ ചെയ്ത് വിചാരിക്കും. ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് പലതും തെളിയിക്കാൻ സാധിക്കില്ല. അപ്പൊ കാര്യങ്ങളൊന്നും ഉചിതല്ല. പോലീസ് റിപ്പോർട്ട് പോലീസ് ചെയ്യുക, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക. പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ വല്ല അപാകത ഉണ്ടെച്ചാൽ നമുക്ക് റിപ്പോർട്ട് കൊടുത്താലും തന്നെ തെളിവുകൾ ഹാജരാക്കാൻ പറഞ്ഞിട്ട് രണ്ടാമത് റീ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇന്നതാണ് കോടതി, അതിൽ ഇന്ന ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ എക്സാം ചെയ്താൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാതെ പറഞ്ഞാൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഇയാൾ അന്നത്തെ ആ സമയത്ത് ഇയാൾ എവിടെയായിരുന്നു, മൊബൈൽ ടവർ നോക്കിയിട്ട് ഇയാൾ എവിടെയായിരുന്നു, അതൊരു നല്ലൊരു തെളിവാണ്. ഇപ്പം ഇയാൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മൊബൈൽ ടവർ നോക്കിയിട്ട് ഇയാൾ മേലെ പട്ടാമ്പി ആയിരുന്നു, മേലെ പട്ടാമ്പി വെച്ചാണ് സംഭവിച്ചാൽ അതൊരു ഇപ്പോൾ പോലീസ് ചെയ്തിട്ടില്ല വെച്ചാൽ അത് നോക്കാൻ വേണ്ടി പോലീസ് നമുക്ക് രണ്ടാമത് കോടതി പറയാം, കോടതി പോലീസിനോട് അത് രണ്ടാമത് റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞ് ചെയ്യാൻ പറയും. ഈ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ, ഹസ്ബൻഡ് വൈഫ് റിലേഷനിലുള്ള ആ ബന്ധത്തിലുള്ള പ്രശ്നം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ആദ്യം സമീപിക്കുന്നത് കുടുംബ കോടതി തന്നെ ആവുമല്ലോ അല്ലേ? അപ്പോൾ അവര് ചിലപ്പോൾ ചിലര് വിവാഹബന്ധം ഏർപ്പെടുത്താനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് പലപ്പോഴും ഈ കേസ് ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും വരാറുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് സത്യത്തിൽ എന്താ വെച്ചാൽ, ഞാനിപ്പോൾ പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് 83, 84 കാലത്തൊന്നും 81 കാലത്തൊന്നും 84 പ്രാക്ടീസ് 84 കാലത്തൊന്നും അങ്ങനെ കേസേ വരില്ല. അന്ന് ഫാമിലി കോടതി ഇല്ല. അന്ന് ഒറ്റപ്പാലം സബ് കോടതിക്കാണ് ബന്ധം ഏർപ്പെടുത്താനുള്ള കേസുകൾ. ഇപ്പോൾ കണ്ടമാനം എഡ്യൂക്കേറ്ററായി, സ്ത്രീകൾക്കും സമ്പാദ്യമായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഡൈവേഴ്സ് കേസ്, 5 കല്യാണം കഴിഞ്ഞ 6 ഡൈവേഴ്സാണ് കേസുകളാണ്. അപ്പോൾ നമ്മൾ ഈ ഫാമിലി കോടതി എല്ലാ ഫാമിലി കോടതിയിലും ഭയങ്കര ഓവർലോഡാണ്. അപ്പോൾ ഫാമിലി കോടതി എണ്ണം കൂട്ടുക. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം വെച്ചാൽ കേസ് പറയാൻ അവൈലബിലിറ്റി എന്നൊരു തിയറി ഉണ്ട്. അവൈലബിലിറ്റി ഇല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലി കോടതി തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ വിചാരിക്കാം. പട്ടാമ്പിയുള്ള ഒരാൾ തിരുവനന്തപുരത്ത് ഫാമിലി കോടതി പോയിട്ട് കേസ് കൊടുക്കില്ല, അപ്പോൾ കേസ് ഉണ്ടാവില്ല. പട്ടാമ്പി താലൂക്കിൽ
ഒരു ഫാമിലി കോടതി മാറ്റർ ഉണ്ടല്ലോ, കാരണം അയാൾ തിരുവനന്തപുരത്ത് പോയി കേസ് കൊടുത്തു. അവൈലബിലിറ്റിയാണ്. അപ്പോൾ അവൈലബിലിറ്റി കൂടിയാൽ കേസ് കൂടും. ഇപ്പം നിങ്ങൾ തൃത്താല പഞ്ചായത്തിൽ ഓരോ പഞ്ചായത്തിലും ഒരു ഫാമിലി കോടതി വന്നു വിചാരിക്കുക, കേസ് അവിടെ കണ്ടമാനം കൂടും. കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടായിച്ചാൽ മറ്റന്നാൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ചീത്ത പറഞ്ഞില്ല, ഭാര്യ ഭർത്താവിന് ചീത്ത പറഞ്ഞിട്ടാൽ ആർക്കും കൊടുക്കാം ഡൈവേഴ്സിന്. അപ്പോൾ അതൊരു സംഗതി ഉണ്ട്, അവൈലബിലിറ്റി ഒരു പ്രശ്നമുണ്ട്. എങ്കിലും പല കേസുകളും 80% കേസുകളും ഡൈവേഴ്സ് അവർക്ക് അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്ക് പല കാരണങ്ങളുണ്ട്. നമ്മൾ അതിനൊരു പ്രത്യേകമായിട്ട് നമുക്കൊരു രൂപരേഖ വരയ്ക്കാൻ പറ്റില്ല. പലരും പല കാര്യങ്ങളും. ഇപ്പം എന്നോടൊരു ടീച്ചർ പറയണ്ടായി, ടീച്ചർ ഹസ്ബൻഡ് തിരുവനന്തപുരത്താണ്, ടീച്ചർ വെള്ളിയാഴ്ച അവിടെ ട്രെയിനിൽ പോയി ഇറങ്ങിയാൽ രാവിലെ സ്റ്റേഷനിൽ വരാമെന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ വരില്ല. നേരെ പോയാൽ വീട്ടിൽ പോയാൽ കംപ്ലീറ്റ് അവിടെ സർഫിട്ട വെള്ളമാണ് കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ടാവും, ഒരു 5 ബക്കറ്റിൽ. പിന്നെ ഈ സ്ത്രീക്ക് പൊട്ടറ്റോ ഇഷ്ടമല്ല, അത് മാത്രം വാങ്ങിക്കും. അങ്ങനെ പല കാരണങ്ങളും നമ്മൾ ഓരോ വിചാരിക്കും ഓരോ കാരണങ്ങൾ. ചിലർ വാല് പൂട്ടി പോവും, വാല് ക്ലോസ് ചെയ്തിട്ട്. അതാ പശ പോയിച്ചാൽ സ്ത്രീ പുറത്തേക്ക് പോയിന്നാ. ഭർത്താവ് പൂട്ടിയിട്ടുണ്ട്, ഭർത്താവ് വാല് പൂട്ടിയിട്ട് അതിനൊരു ഇത് വയ്ക്കുക, ഈ ഇത് ഒട്ടിച്ചിട്ടേ അത് തുറന്നു കഴിഞ്ഞാൽ അത് പോവില്ല, അത് പോയിച്ചാൽ ഭാര്യ പുറത്തേക്ക് പോയിന്നാ. അപ്പം നമ്മൾ ഓരോരുത്തരുടെ മാനസിക അനുസരിച്ച് പല കേസുകളും നമ്മൾ വിചാരിച്ചു നമ്മൾ ഒരു കാരണം ഇന്ന കാരണമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പല കാരണം ഉണ്ടാവും. പക്ഷെ അതിന് ഫാമിലി കോടതി കൂട്ടണം. ഫാമിലി കോടതി വേണമെന്നില്ല, ഇനിയിപ്പോൾ അത് ഫാമിലി കോടതി പറഞ്ഞാൽ ജില്ലാ ജഡ്ജി കേൾക്കണം എന്നാണ്. സത്യത്തിൽ ഇത്ര മാറ്റർ മജിസ്ട്രേറ്റ് കേട്ടാൽ മതി. അപ്പോൾ ഫാമിലി കോടതി ഒഴിവാക്കിയിട്ട് മജിസ്ട്രേറ്റിന് ജൂറിസ്ഡിക്ഷൻ കൊടുത്ത് ഒരുപാട് കോടതി കുറച്ച് കൂട്ടുക, എന്നാൽ കുറേ വ്യത്യാസം ഉണ്ടാവും. മറ്റേ സാധാരണ ഒരു 13-14 കൊല്ലം കഴിയും ഡൈവോഴ്സ്. കഴിഞ്ഞ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് വാശി പിടിച്ചിരിക്കരുത്. പക്ഷെ അപ്പം എന്താ വെച്ചാൽ കുട്ടികളുടെ ഭാവിയാണ്, കുട്ടികളെ അച്ഛനും അമ്മയും കുട്ടികൾക്ക് രണ്ടാൾക്ക് ഈക്വലാണ്. അപ്പം അമ്മയെ സമയം അത് സ്ത്രീകൾക്ക് കൂടുതലുണ്ട്. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ കുട്ടിയാണെന്നിട്ട് തോന്നല്. ഇപ്പം അവർ കൂടുതൽ അവർക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നലുണ്ട് കുട്ടിയെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അച്ഛന്. സത്യത്തിൽ കുട്ടിയെ സംബന്ധിച്ച് രണ്ട് കൂട്ടർക്ക് ഈക്വലാണ്. കോടതി പല കേസിനും ചീത്ത പറയുന്നുണ്ട്. ശനി ഞായർ അങ്ങോട്ട് വിടണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്ത്രീകൾ പെറ്റീഷൻ പറയാം, ശനി ഞായർ വിടാൻ പറ്റും 1 മണിക്കൂർ. അപ്പോൾ ജഡ്ജി ചീത്ത പറയും, ഇയാളുടെ അച്ഛൻ്റെ അടുത്തേക്ക് വിടണമെന്ന് തങ്ങൾക്ക് കുഴപ്പമൊന്നും. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ എന്താ വെച്ചാൽ ഇത് നമ്മുടെ സിസ്റ്റം കുറച്ച് വ്യത്യാസപ്പെടുത്താണ്. അതിപ്പോൾ നമ്മളോ അല്ലെങ്കിൽ നിങ്ങളോ വിചാരിച്ചാലും പറ്റില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ വണ്ടികളാണ് കൊടുത്തു വിടുകയാണ്. ഇപ്പൊ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക്, ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ അല്ലെ. അതുപോലെ തന്നെ കുട്ടികളെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾക്ക് പിന്നെ നിയമവിരുദ്ധമായിട്ട് ഉള്ള രീതിയിൽ വിടുമ്പോ ഇപ്പോഴത്തെ ഈ നിയമപ്രകാരം രക്ഷിതാവ് ശരിക്കും പറഞ്ഞാൽ ആ കുറ്റം രക്ഷിതാവ് ചെയ്തതിന് അതായത് ഇപ്പൊ കുട്ടികൾ ഇപ്പൊ ഇത്തരം കേസുകൾ പിന്നെ ഞാൻ വണ്ടി കൊടുക്കാണ്, വണ്ടി ആക്സിഡന്റ് ആയി മൈനറാണ്, അപ്പം ഞാനത് ശരിക്കും കൊടുക്കാൻ പാടില്ല. നമ്മളത് സത്യത്തിൽ നമ്മൾ ഇപ്പം എല്ലാവർക്കും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും നമ്മൾ കേരളത്തിലൊക്കെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാവുന്നവരാ, ഒരാൾക്ക് അറിയാത്തില്ല. പക്ഷെ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം കുട്ടി വണ്ടി ഓടിച്ചാൽ കുട്ടിയുടെ പേരിലും ഇതിൻ്റെ പേരിലും കേസെടുക്കും. രക്ഷാകർത്താലും ഫൈനെങ്കിലും വരും. 25,000, 30,000, 50,000 ഫൈനൊക്കെ വരും. ഫൈൻ എന്തായാലും വരും. അപ്പം നമ്മളത് സത്യത്തിന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ഫൈൻ കൂട്ടിയാൽ ശിക്ഷയുടെ ഇത് കൂട്ടി. അല്ല, ഈ കുട്ടി ഓടിച്ച വണ്ടി അപകടത്തിൽപ്പെട്ട ഒരാൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഫൈൻ തന്നെയാണോ? അല്ല, അപ്പൊ ഫൈനല്ല, അപ്പൊ വ്യത്യാസം വരും. അതല്ല, നമ്മളെന്താ ശിക്ഷയുടെ ഗ്രാവിറ്റി കൂട്ടിയാലാണ് നിൽക്കുള്ളൂ. ശിക്ഷ ഗ്രാവിറ്റി കൂട്ടണം, ഞാൻ എൻ്റെ അഭിപ്രായക്കാരനാണ്. പക്ഷെ നമ്മൾ കോടതിയിൽ വാദിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ കക്ഷി കൂട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാദിക്കുള്ളൂ, അല്ലാതെ ശിക്ഷിക്കുന്നു പറയില്ല. പക്ഷേ നമ്മളൊരു സമൂഹത്തിൽ ഒരാളായിട്ട് നിൽക്കുമ്പോൾ, സമൂഹത്തിൻ്റെ ഒരു വെൽവിഷർ എനിക്കതേ പറയാൻ പറ്റുള്ളൂ. കാരണം നല്ല കുറയുള്ളൂ. ഇപ്പോൾ പോക്സോ കേസ് കുറച്ചൊക്കെ കുറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ കണ്ടമാനം ശിക്ഷ 20 കൊല്ലം, 30 കൊല്ലം, 150 കൊല്ലം. ഇപ്പം ഇന്നലെ 150 കൊല്ലം ശിക്ഷിച്ച്. 150 കൊല്ലം ശിക്ഷിപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, ഓക്കെ, ഈ 150 കൊല്ലം ഒരാൾ ശിക്ഷിക്കണമെന്ന് ആ ജഡ്ജിക്ക് എന്താ വല്ല പ്രാന്തുകൊണ്ട് ചോദിച്ചു. കാരണം 150 കൊല്ലം ജീവിക്കുന്ന ഒരാൾ, നമ്മളത് അങ്ങനെ 150 കൊല്ലം ജീവിച്ചു കൊടുക്കും ജീവിച്ചിരിക്കുന്ന കാലം അതെ. അല്ല, അല്ലെങ്കിൽ 150 കൊല്ലം 150 കൊല്ലത്തിൽ മരിച്ചു ജഡ്ജി പറയാൻ പറ്റില്ലോ. 200 കൊല്ലം ജീവിച്ചാൽ എന്താ ചെയ്യുക? അപ്പൊ ശിക്ഷയുടെ കാലാവധി കൂട്ടിയാൽ ഈ ഒഫൻസ് കുറഞ്ഞു നിൽക്കും. സാറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 40 വർഷത്തെ ഈ രംഗത്തുള്ള ഒരു എന്താ പറയാ ഒരു വക്കീൽ എന്നുള്ള രീതിയിൽ ഔദ്യോഗിക ജീവിതത്തില് എന്താണ് ശരിക്കും പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്? അതായത് ഒരു കേസ്, ഒരു സംഭവം കേസായിട്ട് കോടതിയിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ജോലി അതാണെങ്കിൽ കോടതിയിൽ ഒരു കേസായിട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ നാട്ടില് മധ്യസ്ഥന്മാരോടോ ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടുവീഴ്ച മനോഭാവമാണ്. ഇപ്പോൾ പല കേസിൽ ഇപ്പോൾ ഒരു വേലിയുടെ ഒരു തടി ഒരു ഇഞ്ച് മാറിയിട്ടുണ്ടാവും, അതിന് മരം പണ്ട് അവിടെ ഇരുന്നു. അങ്ങനെ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക, നമ്മൾ ഒഴിവാക്കുക.
നമ്മളിപ്പോൾ എന്നെ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അടിക്കാൻ പോവില്ല. കാരണം എനിക്കറിയാതെ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധിമുട്ടെന്താ, ഞാൻ അടി കൊണ്ടിട്ട് മുണ്ടാതെ പോകും, ചിലപ്പോൾ പരാതിയും കൊടുത്തു വരില്ല. അപ്പം നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ തർക്കങ്ങളില്ലാതെ മനസ്സമാധാനമായിട്ട് ജീവിക്കുക, അതാണ് എനിക്ക് സമൂഹത്തോട് പറയാനുള്ളൂ. പക്ഷേ പണ്ട് നമ്മൾ ഈ കുൽക്കല്ലൂർ പഞ്ചായത്ത് കേസില്ലാത്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആകുമ്പോൾ ഒരു മീറ്റിംഗ് നടത്തി. 3 ഹൈക്കോടതി ജഡ്ജി വന്നിട്ട് കുൽക്കല്ലൂർ പഞ്ചായത്തിൽ സിവിൽ കേസില്ല, ഒരു സിവിൽ കേസ് ഇല്ലാതെ പഞ്ചായത്ത് പ്രഖ്യാപിച്ചു വന്നു. അന്ന് പ്രഖ്യാപിച്ചു. സത്യത്തിൽ എൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ വല്ലപ്പുഴ, ആ കുൽക്കല്ലൂരിന്റെ തൊട്ടതാ വല്ലപ്പുഴ. പക്ഷെ വല്ലപ്പുഴ ഒരുപാട് കേസുള്ള സ്ഥലം, കുൽക്കല്ലൂർ കേസില്ലാത്ത സ്ഥലം. അന്ന് ഇവിടെ 3 ജഡ്ജസ് വന്നിട്ടാണ്, ഹൈക്കോടതി 3 ജഡ്ജസ് വന്നിട്ട് ഇവിടെ പുഴ അപ്പുറമുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കുൽക്കല്ലൂർ പഞ്ചായത്ത് കേസില്ല പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചു വന്നു. അന്ന് കേസില്ല കുൽക്കല്ലൂർ പഞ്ചായത്ത്. അല്ല അങ്ങനെ ശരിക്കും അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ നാളെ ഈയിടെ ആസ്ട്രേലിയ പോയപ്പോൾ കോടതിയിൽ പോയപ്പോൾ അവിടെ ഒരാളില്ല കോടതിയിൽ, ഒരു 10 ആളുണ്ട് ആകെ. ഞാൻ 15 ദിവസം ആശ്രയം നിന്നിട്ട് ഒരു പോലീസ് ജീപ്പ് റോട്ടിൽ കൂടെ പോകണ്ടില്ല, ഒരു പോലീസിന്റെ ജീപ്പ് റോട്ടിൽ കൂടെ പോകണ്ടില്ല. അപ്പൊ അതാണ് ആരും ചെയ്യില്ല. അതാണ് നമ്മൾ ക്യൂ നിൽക്കാച്ചാൽ ബാക്കിൽ വന്നിട്ട് നിൽക്കുള്ളൂ, അതിന്റെ ഇടയിൽ പോയി നിൽക്കില്ല. നമുക്ക് അങ്ങനെയല്ല. ഇപ്പൊ ഇവിടെ വണ്ടി വന്ന ബാക്കിൽ ഉള്ളിൽ കൂടെ അങ്ങനെ ഇതൊക്കെ നിൽക്കാവുന്ന, ഇതൊക്കെ നല്ല ഫൈൻ ഇട്ടാൽ നിൽക്കും. പിന്നെ ആൾക്കാർക്ക് മറ്റോള് ചെയ്യാൻ ഇപ്പൊ നമ്മള് ഫോറിനിൽ പോയി നമ്മൾ അതുമാതിരി ചെയ്യുള്ളൂ, അല്ലേ? അപ്പൊ നമ്മുടെ ഒരു സംസ്കാരം മാറണം, അതാണ്. പെട്ടെന്നൊരു ആവേശത്തിന് ആവശ്യം അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെടുത്ത് തെറ്റുണ്ടോ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം, എന്നിട്ട് വേണം നമ്മളെ മറ്റുള്ള തിരുത്താൻ. നമുക്ക് മറ്റുള്ള തിരുത്താനുള്ള അവകാശമൊന്നുമില്ല, നമ്മളാണ് തിരുത്തേണ്ടത്. അത് നമ്മളെപ്പോഴും മറ്റാളെ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൈ എടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതെ, നമ്മൾ ശരിയാണ്, ബാക്കിയുള്ളവർക്ക് പ്രശ്നം എന്നുള്ളൊരു തോന്നലാണ്. അതിലാണ് ഈ അടിസ്ഥാനമായിട്ട് വ്യത്യാസം. ആ അടിസ്ഥാനം മാറിക്കഴിഞ്ഞാൽ സംഗതി ഇവിടെ ഓക്കെ. സത്യത്തിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കോടതിയിൽ ഒരു പക്ഷേ ഒരു അവസാന തീർപ്പിച്ചിട്ട് കോടതി അല്ലാതെ നിർത്തില്ല. ഒരു സ്ഥലത്തു നിന്ന് നീതി കിട്ടില്ലാത്ത എന്താ ചെയ്യാം. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഈ ക്രിമിനൽ കേസിൽ പൊളിറ്റിക്സ് അവരൊരു മേൽക്കോയ്മ അത് കൂടി വരിക. ശരിക്കതൊരു ഫ്രീ ആയിട്ട് അവരെ വിടേണ്ടതാണ്. പോലീസിനെ അന്വേഷിക്കാൻ അറിയാം, എങ്ങനെ അന്വേഷിക്കണം എന്ന് അറിയാം. പക്ഷെ അതിലെന്താ വെച്ചാൽ പൊളിറ്റിക്സിൻ്റെ ഒരു ഇത് വരും, പ്രഷർ വരും. അപ്പോൾ അത് പോലീസുകാർക്ക് അത് നിർത്തില്ല. അത്തരം സാഹചര്യങ്ങളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, വലിയ കുറ്റങ്ങൾ ചെയ്തവർ പുറത്തും അല്ലെ, ചെറിയ കുറ്റങ്ങൾ ചെയ്തവർ അകത്താവുന്ന സാഹചര്യം. അതാണ് നമ്മളെ ജനങ്ങളെ വെറുപ്പിക്കുന്ന ഒരു കാര്യം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നാട്ടിൽ പ്രശ്നം ഉണ്ടായാൽ ഇന്നാണ് അതിന് കാരണം എന്നറിയാം. പക്ഷെ അത് പോലീസ് സ്റ്റേഷനിൽ എത്തിയ പോലീസുകാർക്കോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാർക്കോ കോടതിക്ക് എത്തിയ ബോധ്യമില്ല. അപ്പോൾ പിന്നെ നമ്മളിവിടെ എത്തി. അതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ പൊളിറ്റിക്സിൽ നിന്ന് വിമുക്താക്കണം. അവരൊരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. പല ജില്ലയിലും നമ്മൾ പ്രതിയായി കഴിഞ്ഞാൽ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ അന്യായക്കാരൻ തെളിയിക്കണം. അന്യായക്കാരൻ 100 ആൾ ജയിലിൽ പോയാൽ അങ്ങനെയുള്ളൂ. പണ്ടത്തെ 100 ആൾ പോലും നിരവധി പോകാൻ പാടില്ലാന്ന്. അവിടെ അങ്ങനെയല്ല. ചില ഫോറിൻ ഇതിലൊക്കെ പ്രതിയെ തെളിയിക്കേണ്ട കുറ്റം ചെയ്തിട്ടില്ല, നമുക്ക് ബാധ്യത. അപ്പം അവരൊരു സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ടാണ് ഇതിന്റെ പേപ്പർ മുഴുവൻ കോടതിക്ക് കൊടുക്കുന്നത്. ആ സ്ക്രൂട്ടിനി സത്യസന്ധമായിട്ടാണ് ചെയ്യണം. ഇവിടെ അങ്ങനെ സ്ക്രൂട്ടിനി കൊടുത്തു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് ചെയ്യില്ല, അപ്പോൾ ആകെ കുളവും. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള സംഗതി ഇപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. പോലീസാണ് ഇൻവെസ്റ്റിഗേഷൻ. പോലീസാണ് പല കാര്യങ്ങളിലും. ഇപ്പോൾ ഞാൻ തന്നെ എനിക്ക് പറയാനുണ്ട്, ചിലപ്പോൾ ഈ ഡൈവേഴ്സ് കേസൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യം പോലീസ് പെറ്റീഷൻ കൊടുക്കും. അതെന്താ കാരണം വെച്ചാൽ പോലീസിന് പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പാരസെറ്റമോൾ കൊടുക്കണം വരെ, ആൻറ്റിബയോട്ടിക്സ് കൊണ്ട് പാരസെറ്റമോൾ കൊടുത്ത് ചിലപ്പോൾ പോലീസ് വെച്ച് തീരത്, പോലീസിനനുസരിച്ച് തീരാക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ പോലീസാണ് ശരിക്കും ഉണർന്നാൽ ഇവിടെ ഒരുപാട് ഒഫൻസ് നിൽക്കും. അതിന് പൊളിറ്റിക്കൽ ഇന്റർവ്യൂ സത്യസന്ധമായിട്ട് എന്താ പോയി നോക്കിയിട്ട് ചെയ്യണം. അതിനൊരു കാഴ്ചപ്പാട് വേണം. അങ്ങനെ ഒരു നല്ല കാലം വരും.